ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ ശീല എന്ന് പറയുന്നു ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായി പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം. BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. പാരാമെഡിക്കൽ കോഴ്സുകൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. കഴിഞ്ഞ 25 ബാച്ചുകളിൽ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയ സ്ഥാപനം. പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിംഗ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ബസ് യാത്രാ കൺസെഷൻ. കൊട്ടാരക്കരയിലും പുനലൂരിലും ക്ലാസുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. വിശദ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474 245 3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475 222 4088. മൊബൈൽ 9447 255 870, 9447 255 871. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൗക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ.
പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ആരാധന ആനന്ദ്. പ്രധാന വാർത്തകൾ. പുനലൂരിൽ കടകൾ കത്തിനശിച്ചു. ഓട്ടോ വർക്ക്ഷോപ്പും ശവപ്പെട്ടിക്കടയുമാണ് അഗ്നിക്കിരയായത്. അഞ്ചലിൽ കാറിടിച്ചു മരിച്ച MBA വിദ്യാർത്ഥി കാൽവിന്റെ മൃതദേഹം സംസ്കരിച്ചു. സംസ്കാര ചടങ്ങിനെത്തിയത് നൂറുകണക്കിന് ആളുകൾ. ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാൻ പുനലൂർ KSRTC നീക്കം തുടങ്ങി. പുനലൂർ KSRTC ഡിപ്പോയിലെ എൻക്വയറി സെക്ഷനും ചെമ്മന്തൂരിലെ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും നിർത്തലാക്കി. വാർത്തകൾ വിശദമായി. പുനലൂർ കോളേജ് ജംഗ്ഷനിലുള്ള ഓട്ടോ വർക്ക്ഷോപ്പും ശവപ്പെട്ടിക്കടയും കത്തിനശിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സ്ഥാപനങ്ങൾ അഗ്നിക്കിരയായത്. കണ്ടമത്ത് KP യോഹന്നാന്റെ ഉടമസ്ഥതയിൽ പുനലൂർ കോളേജ് ജംഗ്ഷനിലുള്ള കെട്ടിടത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി തീപിടുത്തമുണ്ടായത്. രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. ഇവിടെ നടത്തിവന്ന ഓട്ടോ വർക്ക്ഷോപ്പ് പൂർണ്ണമായും കത്തിനശിച്ചു. ഇളമ്പൽ സ്വദേശി ഡാനിയലിന്റെ ഉടമസ്ഥതയിലുള്ള ശവപ്പെട്ടിക്കടയും ഭാഗികമായി കത്തി. സൈഡിൽ വെച്ചിരുന്ന 10-15 പെട്ടി അവിടത്തോളം കത്തി. ഇവിടെ മൊത്തം 10-45 പെട്ടി ഇരിപ്പുണ്ടായിരുന്നു. ഇന്നലെ പോളിഷ് ചെയ്ത് വെച്ച് പെട്ടികളായിരുന്നു മൊത്തം കത്തിപ്പോയി. പെട്ടികളെ മൊത്തം ഫർണിച്ചറിന് അണിത്തടിയായിരുന്നു, പോലീസ് പെട്ടിയായിരുന്നു. മൊത്തം കത്തിപ്പോയി. അവിടെ ഇരുന്ന് 15 പെട്ടി എനിക്ക് കിട്ടിയത്. ബാക്കി 10-30 പെട്ടി ഇരുന്ന് അത് മൊത്തം കത്തിപ്പോയി. അവിടുന്ന് ഈ സൈഡിൽ അവർ പെട്രോളിന്റെ സാധനങ്ങളും എല്ലാം കൊണ്ട് ഭിത്തിയിൽ ഞാൻ നിരത്തി വെച്ചിരുന്നു. അവർ വൈകിട്ട് ജോലി കഴിഞ്ഞ് പോയപ്പോൾ അവിടുന്ന് തീ പടർന്ന വർക്ക്ഷോപ്പിൽ നിന്ന്. ഉടൻ തന്നെ പുനലൂരിൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സമീപത്ത് നിരവധി സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇവിടേക്ക് തീ പടരുന്നത് തടയാൻ ഫയർഫോഴ്സ് യൂണിറ്റിന് കഴിഞ്ഞു. സ്റ്റേഷൻ ഓഫീസർ R. ഷിജുവിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പുനലൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ലൈവ് വാർത്ത പുനലൂർ. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള ആരോഗ്യ കേരളം പുരസ്കാരം കരവാളൂർ ഗ്രാമപഞ്ചായത്തിന് സമ്മാനിച്ചു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുരസ്കാരം സമ്മാനിച്ചത്. ശുചിത്വം, മാലിന്യ നിർമ്മാർജ്ജനം, പദ്ധതി നിർവഹണം എന്നിവ പരിഗണിച്ചാണ് ആരോഗ്യ കേരളത്തിൽ ഉൾപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുരസ്കാരങ്ങൾ നൽകുന്നത്. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരമാണ് കരവാളൂർ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചത്. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങ്. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. രാജൻ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് മുഖ്യമന്ത്രിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. നമ്മുടെ നാടിന്റെ വൃത്തിയുടെ ഉണ്ടാവുക എന്നത് പരമപ്രധാനമാണ്. ആ വൃത്തി നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ട് മാത്രം ഉണ്ടാകില്ല, നമ്മുടെ ഇടപെടലിലൂടെ മാത്രമേ. ഏതൊരു തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെയും പരമപ്രധാനമായ ജോലി അവിടെ കൃത്യമായി ശുചിത്വം പാലിക്കുക എന്നതാണ്. ₹10 ലക്ഷം പുരസ്കാര തുക. ചടങ്ങിൽ ആരോഗ്യമന്ത്രി KK ശൈലജ അധ്യക്ഷയായി. ആർദ്രം പദ്ധതിയിലെ പ്രവർത്തനം കൂടി കണക്കിലെടുത്താകും അടുത്ത തവണ മുതൽ പുരസ്കാരം നൽകുന്നതെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. വനം വകുപ്പ് മന്ത്രിയും പുനലൂർ MLAയുമായ അഡ്വക്കേറ്റ് K. രാജു, VS ശിവകുമാർ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VK മധു തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ കേരളം ഡയറക്ടർ കേശവേന്ദ്രകുമാർ സ്വാഗതവും ആരോഗ്യ ഡയറക്ടർ ഡോക്ടർ RL സരിത നന്ദിയും പറഞ്ഞു. ലൈവ് വാർത്ത പുനലൂർ. പത്തനാപുരത്ത് താലൂക്ക് ആശുപത്രിയെ തകർക്കാൻ CPM ശ്രമിക്കുന്നതായി DCC ജനറൽ സെക്രട്ടറി M. ഷേഖ് പരീദ്. ഇതിന്റെ ഭാഗമായാണ് പാർട്ടി സഹകരണ ആശുപത്രി ആരംഭിക്കുന്നതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പത്തനാപുരം സർക്കാർ ആശുപത്രി ഉന്നത നിലവാരമുള്ള താലൂക്ക് ആശുപത്രിയാക്കി ഉയർത്തുവാൻ തീരുമാനിച്ചിട്ടും പെട്ടെന്ന് തകർക്കുവാൻ ശ്രമിക്കുന്ന CPM നിലപാട് നീതിക്ക് നിരക്കാത്തതാണെന്ന് DCC ജനറൽ സെക്രട്ടറിയും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ മാനേജിംഗ് കമ്മിറ്റി അംഗവും താലൂക്ക് സഭാ പ്രതിനിധി അംഗവുമായ M. ഷേഖ് പരീദ് പറഞ്ഞു. CPMന്റെ നിയന്ത്രണത്തിൽ സഹകരണ മേഖലയിൽ പാർട്ടി ആശുപത്രികൾ തുടങ്ങാൻ ശ്രമിക്കുന്നത് നീതിക്ക് നിരക്കാത്ത വസ്തുതയാണ്.
ഏത് പാർട്ടി ആയാലും ആശുപത്രിയും മറ്റും തുടങ്ങുവാൻ പോകുന്നതിന് മറ്റു പാർട്ടികളോ വ്യക്തികളോ എതിർക്കുന്നത് ശരിയല്ല. അവിടെ നിന്നും ലഭിക്കുന്ന ചികിത്സ സൗജന്യവുമല്ലല്ലോ. എന്നാൽ സർക്കാർ ധർമാശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന ചികിത്സകൾ പൂർണ്ണമായും സൗജന്യം തന്നെയാണ്. സംസ്ഥാനത്ത് സഹകരണ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആശുപത്രികൾ സർക്കാർ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. പത്തനാപുരത്തെ സംബന്ധിച്ചിടത്തോളം തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, കർഷക തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ, നാമമാത്രമായി വേതനം ലഭിക്കുന്നവർ, സാധാരണക്കാരായ 10,000-കണക്കിന് ആളുകൾ നല്ല ചികിത്സ ലഭിക്കാതെ ഇപ്പോൾ വരികയാണ്. അപ്പോഴാണ് സർക്കാർ ധർമാശുപത്രിയെ തകർക്കുവാൻ CPM ശ്രമിക്കുന്നത്. ധർമാശുപത്രിയെ തകർക്കാനുള്ള നീക്കം CPMന്റെ ഐക്യകണ്ഠേനയുള്ള തീരുമാനമാണോ അതോ ചിന്താശക്തി നഷ്ടമില്ലാത്ത ആത്മാർത്ഥതയുള്ള ചെറുതും വലുതുമായ CPM സഖാക്കളുടെ തീരുമാനമാണോ? കൂടാതെ CPI, BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രത്യേകിച്ച് ദൃശ്യ പത്ര മാധ്യമങ്ങളുടെയും സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയും പത്തനാപുരത്തെ വ്യാപാരി സമൂഹത്തിൻ്റെയും നല്ലവരായ പൊതുസമൂഹത്തിൻ്റെയും അഭിപ്രായം ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. പത്തനാപുരത്തെ സർക്കാർ ആശുപത്രിക്ക് ശാപമോക്ഷം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പത്തനാപുരം നിവാസികൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് CPMന്റെ നേതൃത്വത്തിൽ സ്വന്തമായി പത്തനാപുരത്തെ വികസന വിരോധികളായ വൻകിടക്കാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് സഹകരണ ആശുപത്രി നടത്തുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും ഷെയ്ഖ് ഫരീദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സാധാരണക്കാരായ 10,000-കണക്കിന് ജനങ്ങൾക്ക് ആശ്രയമാകേണ്ട സർക്കാർ ആശുപത്രി തകർക്കാനുള്ള നീക്കത്തെക്കുറിച്ച് CPI, BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയും പത്തനാപുരത്തെ വ്യാപാരി സമൂഹത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ടെന്നും ഷെയ്ഖ് ഫരീദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. നെടുവന്നൂർ നവോദയ ലൈബ്രറി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും തറക്കല്ലിടിയിലും KB ഗണേഷ് കുമാർ MLA നിർവഹിച്ചു. MLA ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ചാണ് ലൈബ്രറിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. പത്തനാപുരം MLA KB ഗണേഷ് കുമാറിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള 12.5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നെടുവന്നൂർ നവോദയ ലൈബ്രറിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും തറക്കല്ലിടിയിലും കഴിഞ്ഞ ദിവസം പത്തനാപുരം MLA KB ഗണേഷ് കുമാർ നിർവഹിച്ചു. നവോദയ എന്ന പേരിൽ തന്നെ ഈ പ്രദേശം അറിയപ്പെടുന്നതിന്റെ കാരണവുമെല്ലാം വളരെ നന്നായി അവതരിപ്പിക്കപ്പെട്ടു. വളരെ നാളായി ഈ ലൈബ്രറിക്ക് ഒരു കെട്ടിടം നിർമ്മിച്ചു നൽകണമെന്ന ആവശ്യം ലൈബ്രറിയുടെ ഭാരവാഹികളും ഈ വാർഡിന്റെ മെമ്പർമാരും എപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതിനൊരു സമയം എപ്പോഴും വന്നത് നമുക്ക് നല്ലൊരു ഇരുനില മന്ദിരം നിർമ്മിക്കാനുള്ള ഭാഗ്യം നമുക്കിപ്പോൾ ഉണ്ടായി. മാത്രമല്ല ഈ പ്രദേശത്ത് ഒരു അനുഗ്രഹം വന്നിരിക്കുകയാണ്. കാരണം ഈ പ്രദേശത്ത് ഈ റോഡ്, നമ്മൾ കടന്നു പോകുന്ന റോഡ് 16 ലക്ഷം രൂപ ചെലവഴിച്ച് നമ്മൾ ടാർ ചെയ്യാനുള്ള ടെൻഡറായി കോൺട്രാക്ടർ എടുത്തു. ഈ മഴയായതുകൊണ്ടും അതേ കോൺട്രാക്ടർമാർ തന്നെ വെട്ടിക്കവല പഞ്ചായത്തിൽ ഇതുപോലെ MLA കൊടുത്ത വസ്തുക്കൾ ഒരു വാർഡിൽ ഒരു പ്രധാനപ്പെട്ട റോഡ് അല്ലെങ്കിൽ 2 പ്രധാനപ്പെട്ട റോഡുകൾ, ഒരു വാർഡിൽ ഒരു 10-18 ലക്ഷം രൂപ വരുന്ന റോഡുകൾ കൊടുക്കുന്ന ഒരു പദ്ധതി, MLA ഫണ്ടിൽ കൊടുക്കുന്ന ഒരു പദ്ധതി ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ തുടങ്ങിയത്. ആദ്യം ഞാൻ തുടങ്ങിയത് മേല പഞ്ചായത്തിലും പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിലും. നവോദയ ലൈബ്രറി പ്രസിഡന്റ് G. ദിലീപ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ തലവൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാ ശശിധരൻ, തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. രാകേഷ് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. പത്തനാപുരം താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് K. കുഞ്ഞിരാമൻ പിള്ള, സെക്രട്ടറി M. ജിയാസുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം N. ബാലകൃഷ്ണൻ, നെടുവന്നൂർ വാർഡ് മെമ്പർ ഷീന മുരളി, മുൻ പഞ്ചായത്ത് അംഗം നെടുവന്നൂർ സുനിൽ, V. പങ്കജാഷൻ, വടകോട് മോനച്ചൻ, S. ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത പത്തനാപുരം. അഞ്ചലിൽ കാറിടിച്ചു മരിച്ച MBA വിദ്യാർത്ഥി കാൽവിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. കാൽവിന്റെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ 100 ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ വീട്ടിലെത്തി അനുശോചനം അറിയിച്ചു. മൃതദേഹത്തിന് മുന്നിൽ കാൽവിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവർ വിതുമ്പുന്ന കാഴ്ചകളും ഇവിടെ എത്തിയവരുടെ കണ്ണുകളെ ഈർന്നണിയിച്ചു. അഞ്ചൽ സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിലാണ് മൃതദേഹം സംസ്കരിച്ചത്. തിങ്കളാഴ്ച രാവിലെയാണ് കാൽവിൻ സഞ്ചരിച്ച ബൈക്കിൽ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചത്. അപകടത്തിൽ യുവാവ് തൽക്ഷണം മരിക്കുകയായിരുന്നു.
മാർത്താണ്ഡത്തെ MBA വിദ്യാർത്ഥിയാണ് മരിച്ച കാൽവിൻ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ശ്രീ മൂകാംബിക മിഷന്റെ നേതൃത്വത്തിൽ മഞ്ചള്ളൂർ മഠത്തിൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ മഹാലക്ഷ്മി യാഗം നടക്കും. ജൂലൈ 5 മുതൽ 9 വരെയാണ് യാഗം നടക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രകൃതി സംരക്ഷണത്തിനും ലോകക്ഷേമത്തിനും വേണ്ടി കേരളക്കരയിൽ ആദ്യമായി ശ്രീ മഹാലക്ഷ്മി യാഗം നടത്തുന്നു. പത്തനാപുരം മഞ്ചള്ളൂർ മഠത്തിൽ ശ്രീ ദുർഗാദേവി ക്ഷേത്ര മൈതാനമാണ് യാഗവേദി. 1 ലക്ഷത്തിലേറെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രപഞ്ചരക്ഷയ്ക്കായി പൂർണ്ണമായും ഹരിത സൌഹൃദമായിട്ടാണ് യാഗം നടത്തുന്നത്. പങ്കെടുക്കുന്നവർക്ക് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തുകൊണ്ട് യാഗം നടത്തപ്പെടുന്നു. മനുഷ്യരും പ്രകൃതിയും ഈശ്വരനും ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമേ പരമമായ ശ്രേയസ് ഉണ്ടാകൂ എന്ന മഹത്വചനത്തെ ആധാരമാക്കിക്കൊണ്ട് തികച്ചും മതസൌഹാർദ്ദപരമായ ഈ യാഗം ജീവകാരുണ്യ പ്രവർത്തന ശ്രേണിയിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന ശ്രീ മൂകാംബിക മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലാണ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാജ്യത്തിന് വേണ്ടിയുള്ള നന്മയും അവനവന് വേണ്ടിയുള്ള നന്മയും കൂടെ ചേർത്തായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. എന്നാലിപ്പോൾ ഇവിടെ നമ്മൾ ഈ യാഗങ്ങൾ നടത്തുന്നത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. പേഴ്സണലായിട്ട് യാതൊരു വിധത്തിലും അവർക്ക് നന്മ വരാം. ഏത് സമയത്താണ് വരുന്നതെന്ന് നമ്മൾ ദൈവത്തിനെ ഭജിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. അതായത് കിം ദേവാനാം കുതോ ഗതി എന്നാണ് പറയുന്നത്. ദേവന്മാരെ വന്ദിക്കാത്തവർക്ക് ഒരു ഗതിയും ഉണ്ടാകില്ല. ആ ഗതി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി മാത്രമല്ല, ജനങ്ങൾക്ക് നമ്മുടെ ഈ കലികാലത്തിലുള്ള പല ദുഃഖസത്യങ്ങളും ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിനെ ഏത് വിധത്തിൽ കുറയ്ക്കാം എന്നുള്ളതാണ് യാഗം നടത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം. ബ്രഹ്മഗിരി ആശ്രമാധിപതി സ്വാമി അദ്വൈതാനന്ദപുരിയാണ് യാഗാചാര്യൻ. 5 ദിവസം നടക്കുന്ന ചാണ്ടികായാഗാചാര്യനായി എത്തുന്നത് കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം മുൻ തന്ത്രിമുഖ്യൻ മഞ്ജുനാഥ അഗടിയും അദ്ദേഹത്തിന്റെ മകനും തന്ത്രിയുമായ നിത്യാനന്ദ അഗടിയുമാണ്. പന്തളം വലിയ കോയിക്കൽ കൊട്ടാരം മകന്നാൾ കേരളവർമ്മ രാജിയുടെ മഹനീയ സാന്നിധ്യവും യാഗശാലയിലുണ്ടാകും. ട്രസ്റ്റ് ആചാര്യൻ മൂകാംബിക സജി പോറ്റിയാണ് യാഗ യജമാനൻ. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ആചാര്യൻ മൂകാംബിക സജി പോറ്റി, പ്രസിഡന്റ് വേദശ്രീ മണികണ്ഠൻ പള്ളിക്കൽ, ജനറൽ സെക്രട്ടറി ഓലയിൽ ജി ബാബു, സ്വാഗത സംഘം ചെയർമാൻ മകൾനാൾ കേരളവർമ്മ രാജ, യാഗാചാര്യൻ സ്വാമി അദ്വൈതാനന്ദപുരി, യാഗകാര്യദർശി സോമൻ സ്വാമി, സുധി വേളാമനൂർ, PRO വി വേണുഗോപാൽ, വൈസ് പ്രസിഡന്റ് കെ ശശിധരൻ, പബ്ലിസിറ്റി കൺവീനർ സുബി ചേകം എന്നിവർ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെറ്റ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475 222 1205. White Pearl Fashion Destination, Main Road, Punalur. Sari, chudar materials, kids wear, gents wear, party wear തുടങ്ങി quality textiles ഉൽപ്പന്നങ്ങൾ. White Pearl Fashion Destination, Main Road, Punalur. ആര്യങ്കാവ് മേഖലയിൽ റെയിൽവേ ബ്രോഡ്ഗേജ് നിർമ്മാണം അശാസ്ത്രീയമെന്ന് ആക്ഷേപം. തറ ഉറപ്പിക്കാതെ പാളങ്ങൾ സ്ഥാപിക്കുന്നതായും പരാതി. പാളങ്ങളുടെ നിർമ്മാണത്തിൽ വ്യാപകമായ അനാസ്ഥയാണ് കാട്ടുന്നത്. തറ ഉറപ്പിക്കാതെയാണ് ഇവിടെ പാളങ്ങൾ സ്ഥാപിക്കുന്നതെന്നാണ് പരാതി. ആര്യങ്കാവ് തുരങ്കത്തിന്റെ ഭാഗത്തും മറ്റും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വൻ അഴിമതി നടക്കുന്നതായും ആക്ഷേപമുണ്ട്. ബ്രോഡ്ഗേജ് പാതയുടെ നിർമ്മാണത്തിൽ കടുത്ത അനാസ്ഥയാണ് ഉണ്ടാകുന്നത്. മുഖ്യ കരാറുകാരൻ ചെറുകിട കരാറുകാരെ കൊണ്ടാണ് പണികൾ ചെയ്യിക്കുന്നതെന്നും പറയപ്പെടുന്നു. ഏതു സമയത്തും തകർന്നു വീഴാവുന്ന നിലയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നതെന്നും വ്യാപകമായ ആക്ഷേപമുയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പുനലൂർ KSRTC ഡിപ്പോ ചെളിക്കെട്ടായി മാറി. സ്റ്റാൻഡിൽ കയറാനാകാതെ യാത്രക്കാർ വലയുന്നു.
ഡിപ്പോയ്ക്ക് മുൻവശം മുഴുവൻ ചെളി നിറഞ്ഞ് കിടക്കുകയാണ്. യാത്രക്കാർക്ക് സ്റ്റാൻഡിലേക്ക് കയറാനാകാത്ത സ്ഥിതിയാണ്. മഴക്കാലം ആരംഭിച്ചതോടെ സ്റ്റാൻഡിനുള്ളിൽ ചെളി നിറഞ്ഞു. മഴയ്ക്ക് മുമ്പേ സ്റ്റാൻഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മണ്ണെടുത്തിട്ടിരുന്നു. ഇങ്ങനെ എടുത്തിട്ട മണ്ണാണ് സ്റ്റാൻഡ് ചെളിക്കെട്ടാകാൻ കാരണമായത്. സ്റ്റാൻഡിലൂടെ ചെളി നിറഞ്ഞ വെള്ളം ഒഴുകി നടക്കുകയാണ്. ചെളി നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇത് യാത്രക്കാർക്കേറെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. എത്രയോ പേരിവിടെ മറിഞ്ഞടിച്ച് വീഴുന്ന ബസ്സുകൾക്ക് ഇങ്ങോട്ട് വരാനുള്ള സൗകര്യങ്ങളും ഒന്നുമില്ല. ഈ ചെയറ് ഇങ്ങനെ കിടക്കുന്നത് ഭയങ്കര ദുഃഖം തന്നെ. അതുകൊണ്ട് അവിടെ എല്ലാ മണ്ണും ഇവിടെ മണ്ണും ഇത് കണ്ടോ, ഈ റോഡൊന്നും ശരിയല്ല. ഇവിടെ എല്ലാം മറിഞ്ഞടിച്ച് വീഴുകയും കുഴിയും എല്ലാ കാര്യങ്ങളും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജീവനക്കാരെ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പുനലൂർ KSRTC ഡിപ്പോയിലെ എൻക്വയറി സെഷനും ചെമ്മന്തൂരിലെ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും നിർത്തലാക്കി. ആയൂർ, കടയ്ക്കൽ എന്നിവിടങ്ങളിലെ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസുകളുടെ പ്രവർത്തനവും ഇതോടൊപ്പം നിർത്തലാക്കിയിട്ടുണ്ട്. KSRTCയുടെ നഷ്ടം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ജീവനക്കാരെ ഒഴിവാക്കാനുള്ള തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുനലൂർ ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചിരുന്ന സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസും KSRTC ഡിപ്പോയിലെ എൻക്വയറി സെഷനും നിർത്തലാക്കിയത്. ചെമ്മന്തൂർ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിൽ ചില ദിവസങ്ങളിൽ സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടാകുമെങ്കിലും മറ്റ് ദിവസങ്ങളിൽ സീനിയർ കണ്ടക്ടർമാർക്കായിരുന്നു ചുമതല. ഇവിടെ എത്തുന്ന ബസ്സുകളിലെ കണ്ടക്ടർമാർ സമയം രേഖപ്പെടുത്തേണ്ടതും ഇവിടെ തന്നെയായിരുന്നു. ഇനി മുതൽ ബസ്സുകൾ ചെമ്മന്തൂരിലെത്തി തിരികെ ഡിപ്പോയിലെത്തി വേണം സമയം രേഖപ്പെടുത്താൻ. ആയതിനാൽ തന്നെ ചെമ്മന്തൂരേക്ക് ബസ്സുകൾ എത്താതെ ഡിപ്പോയിൽ ഒതുക്കിയാലും അധികൃതർക്ക് അറിയാൻ കഴിയില്ല. മാത്രമല്ല, ഡിപ്പോയിലെ ജീവനക്കാർക്ക് ഇത് അമിത ജോലിഭാരം നൽകുന്നതായും ജീവനക്കാർ തന്നെ പറയുന്നു. ചടയമംഗലം ഡിപ്പോയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കടയ്ക്കൽ, ആയൂർ എന്നിവിടങ്ങളിലെ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസുകളും KSRTC നിർത്തലാക്കിയിട്ടുണ്ട്. കോർപ്പറേഷന്റെ പുതിയ പരിഷ്കാരത്തിനെതിരെ ഒരു വിഭാഗം KSRTC ജീവനക്കാരും രംഗത്ത് വന്നു. ലൈവ് വാർത്ത, പുനലൂർ. പുനലൂർ ജനമൈത്രി പോലീസിന്റെയും വയോജന സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ പ്രതിമാസ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. പുനലൂർ ജനമൈത്രി പോലീസിന്റെയും വയോജന സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിലാണ് പ്രതിമാസ കൂട്ടായ്മയും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചത്. YMCA ഹാളിൽ നടന്ന പ്രതിമാസ കൂട്ടായ്മ പുനലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബിനു ജോർജ് ഉദ്ഘാടനം ചെയ്തു. പുനലൂർ സെന്റ് തോമസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് സമിതി ചെയർമാൻ ഡോക്ടർ KT തോമസ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കത്തി പ്രകാശിച്ച് നമ്മൾ ഓരോ മനുഷ്യരുടെയും ജീവിതത്തെ മെഴുകുതിരിയോടൊപ്പം ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ആരും മോശപ്പെട്ടവരല്ല, ഇരിക്കുന്നവരല്ല. വലിയ നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടുള്ള ആൾക്കാർ ഈ മെഴുകുതിരിയുടെ പ്രകാശത്തോടൊപ്പം മറ്റുള്ളവർക്ക് ധാരാളം പ്രകാശം നൽകി നമ്മൾ നിൽക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളോടൊപ്പം തന്നെ അന്ത്യം വരെയും കത്തി എരിഞ്ഞ് തീരുന്ന മെഴുകുതിരിയാകാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കണമെന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഉദാഹരണത്തിന്, കഴിഞ്ഞ പ്രാവശ്യം നമ്മളോടൊപ്പം നിന്നിരുന്ന പലരും ഇന്ന് മെഴുകുതിരി കിടന്ന് ഇന്ന് കാണുന്നില്ല. സമിതി പ്രസിഡന്റ് N ജനാർദ്ദനൻ ചടങ്ങിൽ അധ്യക്ഷനായി. മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർ ലീല ബാലചന്ദ്രൻ നേതൃത്വം നൽകി. സമിതി നിർവാഹക സമിതി അംഗം ഐക്കര ബാബു ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി TE ചെറിയാൻ, വെഞ്ചേമ്പ് മോഹൻദാസ്, കുട്ടിയമ്മ കുഞ്ഞപ്പി, ശിവദാസൻ പിള്ള, കല്ലുമല രാഘവൻ എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. കിഴക്കൻ മേഖലയിൽ പനി പടരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനാണ് ബന്ധപ്പെട്ടവരുടെ നീക്കം. മഴക്കാലത്ത് ജലജന്യ രോഗങ്ങളായ വൈറൽ ഫീവർ, വയറിളക്കം, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ്, മലേറിയ തുടങ്ങിയ പകർച്ചവ്യാധികൾ വ്യാപകമാകുക പതിവാണ്. ഇവയ്ക്കു പുറമെ ഗുരുതരങ്ങളായ ഡെങ്കിപ്പനി, എലിപ്പനി, ചിക്കൻ ഗുനിയ, H1N1 പനിയും ഇപ്പോൾ വ്യാപകമാകുന്നുണ്ട്. സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലുമായി പ്രതിദിനം നൂറുകണക്കിന് ആളുകളാണ് ഇത്തരം രോഗബാധിതരായി ചികിത്സ തേടിയെത്തുന്നത്. ജലജന്യ രോഗങ്ങൾ വായുവിലൂടെ പകരുന്നവ, വാഹക ജീവികളിലൂടെ പകരുന്നവ എന്നിങ്ങനെ പ്രധാനമായും 3 തരം പകർച്ചവ്യാധികളാണ് മഴക്കാലത്ത് പ്രത്യക്ഷപ്പെടാറുള്ളത്. മഴക്കാലമായാൽ ശരീര ഊഷ്മാവിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനം മൂലം ജലദോഷം, ആസ്മ, ശ്വാസകോശത്തിലെ അണുബാധ, അലർജി എന്നിവയും വ്യാപകമാകുന്നു. മഴക്കാല രോഗങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ പറയുന്നതിങ്ങനെ: ശുദ്ധജലത്തിൽ മാത്രം വസിക്കുന്ന 100 മീറ്റർ മാത്രം ഫ്ലൈയിങ് ഡിസ്റ്റൻസ് ഉള്ള ഈഡിസ് ഈജിപ്ഷി എന്ന് പറയുന്ന നിസ്സാരമായ കൊതു നമ്മൾ വളരെ വ്യാപകമായിട്ട് നമ്മളെ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാനും നമ്മുടെ ഇടയിൽ മരണങ്ങൾ ധാരാളം ഉണ്ടാക്കാനും നമുക്ക് ഒരുപാട് ധനനഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോയത്. ഏറ്റവും പേടിപ്പിക്കുന്ന അവസ്ഥ, സിക്ക വൈറസിന്റെ സാന്നിധ്യം നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒറ്റപ്പെട്ട കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉണ്ട്. അപ്പം സിക്ക വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതേ വൈറസിന് പരത്തുന്നതും ഈഡിസ് ഈജിപ്ഷി എന്ന് പറഞ്ഞ
കൊതുക് ഗണത്തിൽപ്പെട്ട കൊതുകാണ്. അപ്പോൾ ഈഡിസ് ഈജിപ്തി ചിക്കൻ ഗുനിയ മാത്രമല്ല സിക്ക വൈറസിനെ പരത്താൻ സാധ്യതയുണ്ട്, ഡെങ്കിപ്പനിയെ പരത്താൻ സാധ്യത. അപ്പോൾ ഒരു കൊതുക് സമൂഹത്തെ നമ്മൾ ലക്ഷ്യമിടുന്നത് നമുക്കൊരു ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പനിലക്ഷണമുള്ളവർ മതിയായി വിശ്രമിക്കേണ്ടതുണ്ട്. ഉപ്പുചേർത്ത കഞ്ഞിവെള്ളം, നാരങ്ങാവെള്ളം, ഇളനീർ എന്നിവ ധാരാളം കുടിക്കുക. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തൂവാല ഉപയോഗിച്ച് മൂക്കും വായും മറയ്ക്കണം. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകേണ്ടതാണ്. പൊതുവായ സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തുന്നതിലൂടെ ഇവ മഴവെള്ളത്തിൽ ലയിച്ച് സമീപ പ്രദേശങ്ങളിലെല്ലാം രോഗാണുക്കൾ പടരാനിടയാകും. അതിനാൽ മലമൂത്ര വിസർജനം കക്കൂസിൽ മാത്രമേ പാടുള്ളൂ. ഗർഭിണികൾ പനിലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണ്. ശ്വാസകോശം, ഹൃദയം, കരൾ, വൃക്ക എന്നിവയ്ക്ക് രോഗം ബാധിച്ചവർ, പ്രമേഹം, അർബുദം, എയ്ഡ്സ്, അമിത രക്തസമ്മർദ്ദം എന്നീ രോഗബാധിതരും, കൊച്ചുകുട്ടികൾ, പ്രായമേറിയവർ എന്നിവരിലും പനി മാരകമാകാം. ഈഡിസ് ഉൾപ്പെടെയുള്ള കൊതുകുകളാണ് മഴക്കാല രോഗങ്ങളുടെ പ്രധാന വാഹകർ. വെള്ളം കെട്ടിക്കിടക്കുന്നിടത്താണ് കൊതുകുകൾ പ്രജനനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കുപ്പി, പാത്രങ്ങൾ, ഓട, ചിരട്ട എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കിടക്കുമ്പോൾ കൊതുകുവല ഉപയോഗിക്കുകയും നദികളിലും മറ്റും കുളിക്കാനിറങ്ങുമ്പോൾ കൈനീളമുള്ള ഉടുപ്പുകൾ ഉപയോഗിക്കുകയും വേണം. വൈകുന്നേരമാകുമ്പോൾ ജനലും വാതിലും അടച്ചിടുന്നതിലൂടെ കൊതുകുകടി ഒരു പരിധിവരെ ഒഴിവാക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായും ഡ്രൈ ഡേ ആചരിക്കുന്നത് ജീവിതചര്യയായി മാറണമെന്നും അധികൃതർ പറയുന്നു. തണുത്ത ആഹാരപാനീയങ്ങളും തുറന്നുവച്ച ഭക്ഷ്യവസ്തുക്കളും ഉപയോഗിക്കാൻ പാടില്ല. നല്ലവണ്ണം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുകയും വേണം. മഴക്കാലമായാൽ പൊതുവെ ദഹനമാന്ദ്യമുള്ള കാലമായതിനാൽ അമിതാഹാരവും ദഹിക്കാൻ വിഷമമുള്ള ഭക്ഷ്യവസ്തുക്കളും ഒഴിവാക്കുകയാണ് വേണ്ടത്. വയറിളക്കത്തിനും ടൈഫോയിഡിനും ഹെപ്പറ്റൈറ്റിസിനുമുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ കുട്ടികൾക്ക് ഉറപ്പുവരുത്തുകയെന്നതും ഏറെ പ്രധാനമാണ്. മഴ നനഞ്ഞാൽ വൃത്തിയുള്ള വെള്ളത്തിൽ കുളിച്ചു വേണം വസ്ത്രം മാറേണ്ടത്. ആഹാരത്തിന് മുമ്പും പിമ്പും സോപ്പ് ഉപയോഗിച്ച് നന്നായി കൈ കഴുകാനും ശ്രദ്ധിക്കണം. ഇങ്ങനെ ചില മുൻകരുതലുകൾ എടുത്താൽ മഴക്കാലം രോഗകാലം അല്ലാതാക്കാൻ കഴിയും. കഴിവതും അസുഖങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധയോടെ പെരുമാറുക എന്നത് തന്നെയാണ് പ്രധാനം. ഇങ്ങനെ അസുഖങ്ങളെ അകറ്റി മഴക്കാലത്തെ ആസ്വാദികരമാക്കാം. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂരിൽ കടകൾ കത്തിനശിച്ചു. ഓട്ടോ വർക്ക്ഷോപ്പും ശവപ്പെട്ടിക്കടയുമാണ് അഗ്നിക്കിരയായത്. അഞ്ചലിൽ കാറിടിച്ചു മരിച്ച MBA വിദ്യാർത്ഥി കാൽവിന്റെ മൃതദേഹം സംസ്കരിച്ചു. സംസ്കാര ചടങ്ങിനെത്തിയത് 100 കണക്കിന് ആളുകൾ. ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാൻ പുനലൂർ KSRTC നീക്കം തുടങ്ങി. പുനലൂർ KSRTC ഡിപ്പോയിലെ എൻക്വയറി സെക്ഷനും ചെമ്മന്തൂരിലെ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും നിർത്തലാക്കി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ് പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG, ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായി
വിദ്യാർത്ഥികളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475229454 960-515. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475-235-2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്,